നമസ്കാരം. നടി അനശ്വര രാജിനെതിരെ ഗുരുതരമായ ആരോപണമായി മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന സിനിമയുടെ സംവിധായകൻ ദീപു കരുണാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ അവർ സഹകരിക്കുന്നില്ല എന്നാണ് ദീപുവിന്റെ ആക്ഷേപം. പലതവണ താൻ ആവശ്യപ്പെട്ടെന്നും കാല് പിടിച്ച് പറഞ്ഞിട്ടും അനുസരിച്ചില്ലെന്നും ദീപു പറയുന്നു. അനശ്വര രാജനും ഇന്ദ്രജിത് സുകുമാരനും നായികന്മാരാകുന്ന സിനിമയുടെ കാര്യത്തിലാണ് ഇത്തരത്തിലൊരു അനുഭവം നേരിടേണ്ടി വന്നതെന്നും കാല് പിടിച്ച് പറഞ്ഞിട്ടും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും നായിക വിസമ്മതിച്ചുവെന്നും ദീപു പറയുന്നു. സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പരിപൂർണമായി സഹകരിച്ച താരം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ദീപു പറയുന്നത്. ദീപു കരുണാകരന്റെ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണിത്. അതായത്, ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് എന്നോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തിയാണവർ. പല സമയത്തും സിനിമ നിന്നു പോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ പോലും സർ ഞാൻ കൂടെയുണ്ട്, നമുക്ക് ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് ഒപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ സിനിമയുടെ പ്രൊമോഷന്റെ കാര്യം പറഞ്ഞപ്പോൾ സഹകരിക്കാതെ വന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിരുന്നു. അവർ പ്രധാനമായും ശ്രമിക്കുന്നത് പാട്ടിന് ഇൻസ്റ്റയിൽ റീച്ച് വരുത്തുക എന്നതാണ്. സിനിമയിലെ പാട്ട് റിലീസായപ്പോൾ ഇൻസ്റ്റാ പേജിൽ ഒരു പ്രൊമോഷൻ പോസ്റ്റ് ഇടാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അവർ അതിന് തയ്യാറായില്ല. മ്യൂസിക് കമ്പനിയുടെ ഭാഗത്ത് നിന്നും എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായി. പ്രൊമോഷന് വിളിച്ചപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നോക്കട്ടെ എന്ന തരത്തിലായി പ്രതികരണം. സിനിമയിലെ 4 പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നിനും കാര്യമായി പ്രൊമോഷൻ ഇൻസ്റ്റയിൽ കൊടുക്കാൻ പറ്റിയില്ല. മ്യൂസിക് കമ്പനി ആവശ്യപ്പെടുന്നത് ഇൻസ്റ്റയിലെ റീച്ചാണ്. ഈ യുവതാരത്തിന്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ആരാധകർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേജ്. അതിൽ പാട്ടിന്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അല്ലാതെ അവർ ഒഫീഷ്യൽ പേജിൽ അതും ചെയ്തില്ല. പല സിനിമകളുടെയും പ്രൊമോഷൻ അവർ സ്വന്തം പേജിലാണ് ചെയ്യാറുള്ളത്. ഈ സിനിമയുടേത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ എന്നത് വ്യക്തമായതുമില്ല. പല പ്രാവശ്യം അവരുടെ അമ്മയുമായും മാനേജറുമായും സംസാരിച്ചു. കാല് പിടിച്ച് പറയേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് എനിക്കൊരു പരിധി കഴിഞ്ഞ് ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല, ആ കുട്ടിയുടെ തീരുമാനമല്ലേ എന്ന്. മാനേജറെ വിളിക്കുമ്പോൾ ദാ ഇപ്പോൾ ഇടുന്നു, 5 മിനിറ്റ് ഇടും, 10 മിനിറ്റ് ഇടും എന്ന് പറയുന്നതല്ലാതെ ഒന്നും നടന്നില്ല. ഒടുവിൽ സിനിമയിലെ ഹീറോ ആയ ഇന്ദ്രജിത്ത് സുകുമാരൻ അവരെ നേരിട്ട് വിളിച്ചു. ഈ ചെയ്യുന്നത് മോശമാണ്, നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം, നമ്മുടെ സിനിമയല്ലേ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഇന്ദ്രജിത്തിനോട് മാത്രം സംസാരിച്ചിട്ട് അവർ ഫോൺ വയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റിലീസ് പ്രഖ്യാപിച്ച സിനിമയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ. എന്നാൽ ചില കാരണങ്ങളാൽ അന്ന് സിനിമയുടെ റിലീസ് നടന്നില്ല. ഈ വർഷം സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംവിധായകരും അണിയറ പ്രവർത്തകരും. ന്യൂസ് ഡെസ്ക് റീലോഡ്.